ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അലവൻസ് ഫോർ റിസീവബിൾസ് അല്ലെങ്കിൽ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സിനെ കുറിച്ചിട്ടാണ്. സോ എന്താണ് ഈ അലവൻസ് ഫോർ റിസീവബിൾസ് എന്ന് പറയുന്നതിന് മുന്നേ നമുക്കൊരു കാര്യം നോക്കാം. അതായത് ഞാന് കുറച്ച് ഗുഡ്സ് നിങ്ങൾക്ക് തന്നു. ഓക്കെ, ഞാൻ കുറച്ച് ഗുഡ്സ് നിങ്ങൾക്ക് സെല്ല് ചെയ്തു. ആൻഡ് ഈ ഗുഡ്സ് ഒരു $500 വെർത്തുള്ള ഗുഡ്സ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, സോ നിങ്ങൾ എന്നോട് പറയുവാണ്, എൻ്റെ ഇപ്പൊ ഈ $500 തരാൻ ക്യാഷ് ഇല്ല, ഞാനൊരു 2 മാസത്തിനുള്ളിൽ അത് തന്നാ മതിയോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ആ മതി, 2 മാസത്തിനുള്ളിൽ $500 പേ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. സോ ഈ $500 ഈ സെയിൽസ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയോ? ഇല്ല, എനിക്ക് കിട്ടിയിട്ടില്ല അല്ലേ? പക്ഷെ $500 എനിക്ക് അവകാശപ്പെട്ടതല്ലേ? ഞാൻ സെയിൽസ് നടത്തിയപ്പോൾ ഞാൻ എൻ്റെ ഗുഡ്സ് സെല്ല് ചെയ്തത് വഴിയാണ് ഈ $500 കിട്ടിയത്. സോ ഈ $500 ആർക്ക് അവകാശപ്പെട്ടതാണ്? എനിക്ക്. സോ എനിക്ക് കിട്ടാനുള്ള ക്യാഷ്, സോ കിട്ടാനുള്ളത്, അതിനെയാണ് നമ്മൾ റിസീവബിൾസ് എന്ന് വിളിക്കുക. സോ കിട്ടാനുള്ളത് റിസീവബിൾസ്. റിസീവബിൾസ് എന്താണ്? ഒരു കറണ്ട് അസറ്റ് ആണ് അല്ലേ? സോ റിസീവബിൾസ് ഒരു കറണ്ട് അസറ്റ് ആണ്. കുറെ നാൾ കഴിഞ്ഞ് ഓക്കെ, ഞാൻ ഇങ്ങനെ നോക്കിയപ്പോഴത്തേനും നിങ്ങൾ എനിക്ക് ക്യാഷ് ഈ $500 തരാനും തരാതിരിക്കാനും സാധ്യതയുണ്ട്. ഓക്കെ, തരാനും തരാതിരിക്കാനും സാധ്യതയുണ്ട്. നമ്മളവിടെ ആ തരാതിരിക്കാനുള്ള സാധ്യത അതാണ് നോക്കുന്നത്. തരാതിരിക്കാനുള്ള സാധ്യത എന്ന് പറയുമ്പോൾ ഈ $500 എനിക്ക് കിട്ടാതിരിക്കാൻ അല്ലേ, ഈ $500 എൻ്റെ കയ്യിലേക്ക് വരാതിരിക്കാൻ ചാൻസ് ഉണ്ട് എന്നല്ലേ? സോ $500 കിട്ടിയില്ല എങ്കിൽ എന്ത് ചെയ്യും? അതെനിക്ക് നഷ്ടമല്ലേ? സോ അവിടെ ഒരു ലോസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പ്രൂഡൻസ് കോൺസെപ്റ്റ് പ്രകാരം അവിടെ ഒരു ലോസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതപ്പം തന്നെ ഇമ്മീഡിയറ്റ്ലി റെക്കോർഡ് ചെയ്തിരിക്കണം എന്ന് പ്രൂഡൻസ് കോൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ട്. സോ ഇങ്ങനെ കിട്ടാനും കിട്ടാതിരിക്കാനും സാധ്യതയുള്ളതിനെയാണ് നമ്മൾ അലവൻസ് ഫോർ റിസീവബിൾസ് അല്ലെങ്കിൽ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് എന്ന് വിളിക്കുക. എമൗണ്ട്സ് ദാറ്റ് മേ ഓർ മെയ് നോട്ട്, ഇതാണ് ഫോക്കസ് ചെയ്യേണ്ടത്. മെയ് നോട്ട് ബി കളക്റ്റഡ്, അതായത് നമുക്കൊരു ഉറപ്പില്ല കിട്ടൂലേ എന്നുള്ളത്. സോ അങ്ങനെയുള്ള എമൗണ്ട്സ് അതിനെയാണ് നമ്മൾ അലവൻസ് ഫോർ റിസീവബിൾസ് എന്ന് വിളിക്കുക. ഞാൻ പറഞ്ഞു ഇത് പ്രൂഡൻസ് കോൺസെപ്റ്റ്സിന്റെ ബേസിസിലാണ്. ഇനി നമുക്ക് ജേർണൽ എൻട്രി നോക്കാം. എന്താണ് ഇറിക്കവറബിൾ ഡെറ്റ് എക്സ്പെൻസ് എന്നുള്ളത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതായത് നമുക്ക് ഒരിക്കലും കിട്ടില്ല എന്ന് ഉറപ്പുള്ള എമൗണ്ട്, അതാണ് ഇറിക്കവറബിൾ ഡെറ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു. അത് എന്താണെന്നും പറഞ്ഞു, അതൊരു എക്സ്പെൻസ് ആയിട്ടാണ് കാണിക്കാമെന്നും പറഞ്ഞു. സോ ഇവിടെ നമ്മുടെ ഈ $500 നമ്മൾ ഇറിക്കവറബിൾ ഡെറ്റ് എക്സ്പെൻസ് ആയിട്ട് കാണിക്കും. ഓക്കെ, എക്സ്പെൻസ് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യോടാ? പ്രോഫിറ്റ് ഓട്ടോമാറ്റിക്കലി കുറയൂലേ? സോ നമ്മൾ എന്ത് ചെയ്യും? $500 ഇറിക്കവറബിൾ ഡെറ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് നമ്മൾ ഡെബിറ്റ് ചെയ്യണം. കാരണം ഇതൊരു എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാറാണ് ചെയ്യുക? നമ്മളത് ഡെബിറ്റ് ചെയ്യണം. എക്സ്പെൻസ് കൂടിയാ ഡെബിറ്റ് ചെയ്യുക. ഇനി അലവൻസ് ഫോർ റിസീവബിൾസ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. നമ്മളിവിടെ എന്തിനായി അലവൻസ് ഫോർ റിസീവബിൾസ് ക്രെഡിറ്റ് ചെയ്തത്? ഈ റിസീവബിൾസ് എന്നുള്ള പാർട്ട് മാത്രം നോക്കുക. റിസീവബിൾ എന്ന് പറഞ്ഞാൽ ഒരു കറണ്ട് അസറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. കറണ്ട് അസറ്റിന് എന്ത് ബാലൻസാ? അതായത് നമ്മുടെ അസറ്റിന് എന്ത് ബാലൻസാ? ഡെബിറ്റ് ബാലൻസ് ആണില്ലേ? അസറ്റിന് ഡെബിറ്റ് ബാലൻസ് ആണ്. സോ ഈ റിസീവബിൾസിന്റെ കോൺട്രാ അക്കൗണ്ട് ആണ് അലവൻസ് ഫോർ റിസീവബിൾസ് എന്ന് പറയുന്നത്. കോൺട്രാ അക്കൗണ്ടോ? അതെന്തിപ്പോ സാധനം? നമുക്ക് നോക്കാം. അതായത് നമ്മുടെ മെയിൻ അക്കൗണ്ടിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഓപ്പോസിറ്റ് അക്കൗണ്ട് ആണ് കോൺട്രാ അക്കൗണ്ട്.
അതായത് നമുക്കിവിടെ റിസീവബിൾസ് കുറയ്ക്കണം അല്ലേ? സോ ഈ റിസീവബിൾസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതാണ് നമ്മുടെ മെയിൻ അക്കൗണ്ട് എന്ന് പറയുന്നത്. സോ ഈ റിസീവബിൾസ് എന്ന് പറയുന്ന അക്കൗണ്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഓപ്പോസിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും. നമ്മുടെ റിസീവബിൾസിന്റെ ഡെബിറ്റ് ബാലൻസ് ആണ്. സോ ക്രെഡിറ്റ് ബാലൻസ് ഉള്ള ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. അഥവാ അതാണ് എന്തെന്ന് പറയുന്നത്, അലവൻസ് ഫോർ റിസീവബിൾസ് എന്ന് പറയുന്നത്. സോ അലവൻസ് ഫോർ റിസീവബിൾസിന് ക്രെഡിറ്റ് ബാലൻസ് വന്നത് അങ്ങനെയാണ്. സോ റിസീവബിൾസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, അലവൻസ് ഫോർ റിസീവബിൾ എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. അതെന്താണ്, കോൺട്രാ അക്കൗണ്ട് ആണ്. മെയിൻ അക്കൗണ്ട് ആയ റിസീവബിൾസിന്റെ ഓപ്പോസിറ്റ് അക്കൗണ്ട് ആണ് അലവൻസ് ഫോർ റിസീവബിൾസ്. സോ അത് നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. കാരണം എന്താണ്, അസറ്റ് കുറഞ്ഞു ഇല്ലേ? അസറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. സോ അതുകൊണ്ടാണ് ഇവിടെ ക്രെഡിറ്റ് വന്നത്. നമ്മൾ എന്തിനാ ഈ കോൺട്രാ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ റിഡക്ഷൻസ് ക്ലിയർലി ആൻഡ് സെപ്പറേറ്റ്ലി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സോ നമ്മുടെ മെയിൻ അക്കൗണ്ട് എന്താണ്, റിസീവബിൾസ്. കോൺട്രാ അക്കൗണ്ട് അലവൻസ് ഫോർ റിസീവബിൾസ് ആണ്. റിസീവബിൾസിന് ഡെബിറ്റ് ബാലൻസും. സോ അതിന്റെ ഓപ്പോസിറ്റ് അക്കൗണ്ട് ആവുമ്പോൾ ഓപ്പോസിറ്റ് ബാലൻസ്. സോ അലവൻസ് ഫോർ റിസീവബിൾസിന് ക്രെഡിറ്റ് ബാലൻസ്. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമുക്കൊരു ട്രേഡ് റിസീവബിൾസ് $1,00,000 ഉണ്ടായിരുന്നു. ഓക്കെ, നമുക്കൊരു $1,00,000 കിട്ടാനുണ്ടായിരുന്നു. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ഓക്കെ 5% ആണ്. അതായത് ഈ 1,00,000 ഈ $1,00,000 5% കിട്ടാനും കിട്ടാതിരിക്കാനും സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. 1,00,000ന്റെ 5% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5,000 ആണ്. സോ 5% കിട്ടാനും കിട്ടാതിരിക്കാനും സാധ്യതയുണ്ട്. അതായത് $5,000 കിട്ടാനും കിട്ടാതിരിക്കാനും സാധ്യതയുണ്ട്. സോ നമ്മൾ അതിന് അലവൻസ് ക്രിയേറ്റ് ചെയ്തു. സോ എങ്കിൽ ജേർണൽ എൻട്രി എങ്ങനെയായിരിക്കും വരിക, ഡെബിറ്റ് ഇർറിക്കവറബിൾ ഡെറ്റ് എക്സ്പെൻസ്. നമ്മൾ ഓൾറെഡി ജേർണൽ എൻട്രി ഡിസ്കസ് ചെയ്തു. എക്സ്പെൻസ് ആയതുകൊണ്ട് ഇൻക്രീസ് ആയി, എക്സ്പെൻസ് ഇൻക്രീസ് ആയ ഡെബിറ്റ് ബാലൻസ്. ആൻഡ് ക്രെഡിറ്റ് അലവൻസ് ഫോർ റിസീവബിൾസ്. അലവൻസ് ഫോർ റിസീവബിൾസ് കോൺട്രാ അക്കൗണ്ട് ആണ്. മെയിൻ അക്കൗണ്ടിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പോസിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ട്. സോ നമ്മൾ അസറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, അലവൻസ് ഫോർ റിസീവബിൾസ് ക്രെഡിറ്റ് ചെയ്തു. അസറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യും. സോ $5,000. ഇനി ഇത് നമ്മൾ എങ്ങനെയാണ് SOFPയിൽ കാണിക്കുക? ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ അല്ലെങ്കിൽ നമ്മുടെ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൽ ഇത് എങ്ങനെയാണ് കാണിക്കുക? നമ്മുടെ ബാലൻസ് ഷീറ്റിൽ ട്രേഡ് റിസീവബിൾസ് എന്ന് പറഞ്ഞിട്ട് ഈ $1,00,000 കാണും. അവിടെ നിന്ന് നമ്മൾ ഈ അലവൻസ് ഫോർ റിസീവബിൾസ് കുറച്ച് കാണിക്കണം. സോ അലവൻസ് ഫോർ റിസീവബിൾസ് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് കാണിക്കണം. അങ്ങനെ നമ്മുടെ നെറ്റ് റിസീവബിൾസ് എത്രയായി, $95,000 ആയി. സോ ഇങ്ങനെയാണ് നമ്മൾ SOFPയിൽ ഇത് കാണിക്കുക. ഇനി ഇതെങ്ങനെയാണ് SOPL കാണിക്കുക? SOPL നമ്മൾ ഇറിക്കവറബിൾ ഡെറ്റ് എക്സ്പെൻസ് ആണ് കാണിക്കുക. ബിക്കോസ് ഇത് എക്സ്പെൻസ് ആണ്. സോ നമ്മൾ P&L എന്ത് ചെയ്യും, ഇറിക്കവറബിൾ ഡെറ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞ് $5,000 കാണിക്കും. ഇനി നമ്മുടെ അലവൻസ് കൂടുകയും കുറയുകയും ചെയ്യുന്ന സിറ്റുവേഷൻസ് നോക്കാം. സോ ഫസ്റ്റ് കേസ് 1, അലവൻസ് ഇൻക്രീസസ്. അലവൻസ് കൂടിയെന്ന് വിചാരിക്കുക. അതായത് ലാസ്റ്റ് ഇയർ, കഴിഞ്ഞ വർഷം നമ്മുടെ അലവൻസ് എന്ന് പറയുന്നത് $3,000 ആയിരുന്നു. ഇത്തവണ അലവൻസ് നമ്മൾ $5,000 ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇവിടെ 3,000-ന്ന് 5,000 ആയിട്ട് എന്ത് ചെയ്തു, അലവൻസ് കൂടി. സോ എത്ര കൂടി, 3,000-ന്ന് 5,000 കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $2,000 എന്തായി, അലവൻസ് ഇൻക്രീസ് ആയി. സോ അപ്പോൾ ഡെബിറ്റ് ഇറിക്കവറബിൾ ഡെറ്റ് എക്സ്പെൻസ്. കാരണം എക്സ്പെൻസ് കൂടി, നേരത്തെ ജേർണൽ എൻട്രി തന്നെയാണ്. എക്സ്പെൻസ് കൂടിയത് കൊണ്ട് ഡെബിറ്റ് ചെയ്തു. ആൻഡ് അലവൻസ് ഫോർ റിസീവബിൾസ് ക്രെഡിറ്റ് ചെയ്യും. എത്രയാണോ കൂടിയത് ആ ഒരു എമൗണ്ട് നമ്മൾ കൂട്ടി കാണിക്കും. ഓക്കെ, സോ SOPL നമ്മൾ എന്ത് ചെയ്യും, ഈ ഇറിക്കവറബിൾ ഡെറ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞ് $2,000 കാണിക്കും.
ആൻഡ് SOFPയിൽ ഇതെങ്ങനെയാ കാണിക്കുക? നേരത്തെ നമ്മൾ കണ്ടത് തന്നെ ട്രേഡ് റിസീവബിൾസ് $1,00,000 എന്ന് ആ മൂവ്മെന്റ് അല്ല കാണിക്കുക. എത്രയാണോ നമ്മൾ ഇത്തവണ അലവൻസ് ക്രിയേറ്റ് ചെയ്തത് ആ എമൗണ്ട് അതിൽ നിന്ന് കുറയ്ക്കും. അങ്ങനെ നമ്മുടെ നെറ്റ് റിസീവബിൾസ് $95,000 എന്ന് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കുക. ഇനി കേസ് 2, ഓക്കെ, അലവൻസ് റെഡ്യൂസ്ഡ്, നമ്മുടെ അലവൻസ് കുറഞ്ഞു. ലാസ്റ്റ് ഇയർ അലവൻസ് 6,000ഉം കറണ്ട് ഇയറിൽ 5,000ഉം ആണെന്ന് വിചാരിക്കുക. 6,000-ന്ന് 5,000-ത്തിലോട്ടായി. സോ അവിടെ കുറഞ്ഞു. എത്ര? അലവൻസ് റെഡ്യൂസ്ഡ് ബൈ $1,000. $1,000 കുറഞ്ഞു അലവൻസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അലവൻസ് കുറഞ്ഞു അല്ലേ, നമ്മുടെ എക്സ്പെൻസ് നമ്മൾ കുറയ്ക്കണം. സോ എക്സ്പെൻസ് കുറയ്ക്കണം. എക്സ്പെൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യണം. സോ ഫസ്റ്റ് അലവൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഇറിക്കവറബിൾ ഡെറ്റ് എക്സ്പെൻസ് നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. ആൻഡ് നമ്മൾ നേരത്തെ ഓൾറെഡി ഒരു അലവൻസ് ഫോർ റിസീവബിൾസ് ക്രിയേറ്റ് ചെയ്ത് വച്ചിരുന്നു അല്ലേ. ലാസ്റ്റ് ഇയറിൽ 6,000 നമ്മൾ ക്രെഡിറ്റ് ചെയ്ത് വച്ചിരുന്നു അല്ലേ. ഈ വർഷം 5,000 ഉള്ളൂ. സോ നമ്മൾ അലവൻസ് ഫോർ റിസീവബിൾസ് കുറയ്ക്കണ്ടേ? യെസ്, കുറയ്ക്കണം. സോ അലവൻസ് ഫോർ റിസീവബിൾസിന് എന്ത് ബാലൻസാ? ക്രെഡിറ്റ് ബാലൻസ് ആണ്. ക്രെഡിറ്റ് ബാലൻസിലുള്ള ഒരു അക്കൗണ്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? അതിന്റെ ഓപ്പോസിറ്റ് ചെയ്താൽ മതി. സോ നമ്മൾ ഡെബിറ്റ് ചെയ്യും. സോ വി ഡെബിറ്റ് അലവൻസ് ഫോർ റിസീവബിൾസ് $1,000. നമ്മൾ ഇനി ഈ കേസ് 2 എങ്ങനെ നമ്മുടെ SOPL അതേപോലെ തന്നെ നമ്മുടെ SOFPയിൽ കാണിക്കും എന്നുള്ളതും കൂടി നോക്കാം. സോ ഫസ്റ്റ് SOPL, അതായത് നമ്മുടെ P&L അക്കൗണ്ടിൽ എങ്ങനെയാണ് കാണിക്കേണ്ടത്? ഇവിടെ ഇറിക്കവറബിൾ ഡെറ്റ് എക്സ്പെൻസ് $1,000 ആയിട്ട് കുറഞ്ഞു അല്ലേ. സോ നമ്മൾ എന്ത് ചെയ്യണം? SOPL എക്സ്പെൻസ് $1,000 കുറച്ച് കാണിക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുന്നേ ഒരു എക്സാമ്പിൾ നോക്കാം. ഈ അലവൻസ് അഡ്ജസ്റ്റ്മെന്റിന് മുന്നേ നമ്മുടെ ഇൻകം ഒരു $6,000 ഉണ്ടെന്ന് വിചാരിക്കുക. ആൻഡ് ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് $4,000 ഉണ്ട്. സോ 6,000-ന്ന് 4,000, അതായത് ഇൻകത്തിൽ നിന്ന് എക്സ്പെൻസ് മൈനസ് ചെയ്യുമ്പോൾ ആണല്ലോ പ്രോഫിറ്റ് കിട്ടുക. സോ 6,000-ന്ന് 4,000 കുറച്ചപ്പോൾ 2,000 പ്രോഫിറ്റ് കിട്ടിയിരുന്നു. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഇനി നമ്മൾ അലവൻസ് ഡിക്രീസ് ചെയ്യണം അല്ലേ. എവിടെ നിന്ന്? എക്സ്പെൻസ് $1,000 കുറഞ്ഞു. സോ എക്സ്പെൻസ് ചെയ്യുന്ന $1,000 കുറയ്ക്കണം. സോ അലവൻസ് ഫോർ റിസീവബിൾസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എക്സ്പെൻസ് കുറയ്ക്കണം. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ $6,000 മൈനസ് 4,000 മൈനസ് 1,000, ഇത് ബ്രേക്കറ്റിനുള്ളിലാണ് കിടക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം? 4,000-ന്ന് $1,000 എക്സ്പെൻസ് കുറയ്ക്കണം. അങ്ങനെ എക്സ്പെൻസ് ഇപ്പം എത്രയായി? $3,000 ആയി. സോ 6,000 ഇൻകത്തിൽ നിന്ന് 3,000 എക്സ്പെൻസ് കുറയ്ക്കുന്ന സമയത്ത് നമുക്ക് $3,000 പ്രോഫിറ്റ് എന്ന് കിട്ടും. ഇവിടെ എക്സ്പെൻസ് $1,000 ആയിട്ട് കുറച്ചത് വഴി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റി? നമ്മുടെ പ്രോഫിറ്റ് കൂട്ടാൻ വേണ്ടി പറ്റി. സോ ഇങ്ങനെയാണ് നമ്മൾ P&L കാണിക്കുന്നത്. ആൻഡ് SOFPയിൽ എങ്ങനെയാണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ വർഷത്തെ അലവൻസ് എത്രയാണ്? $5,000. നേരത്തെ പറഞ്ഞ അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ റിസീവബിൾസ് നിന്ന് കറണ്ട് ഇയറിൽ എത്രയാണോ അലവൻസ് ഉള്ളത് ആ ഒരു എമൗണ്ട് കുറയ്ക്കുക. അങ്ങനെ നമുക്ക് നെറ്റ് റിസീവബിൾസ് $95,000 എന്ന് കിട്ടും. നമ്മൾ ഈ കേസ് 1ഉം 2ഉം വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SOPL നമ്മൾ മൂവ്മെന്റ് ആണ് കാണിക്കുക. അതായത് കഴിഞ്ഞ വർഷം എത്രയുണ്ടായിരുന്നു, ഈ വർഷം അലവൻസ് എത്രയുണ്ട്, എന്നിട്ട് അത് തമ്മിൽ കമ്പയർ ചെയ്യണം. എന്നിട്ട് അലവൻസ് കൂടിയോ കുറഞ്ഞോ എന്ന് നോക്കിയിട്ട് ആ മൂവ്മെന്റ് എത്രയാണ് കൂടിയത് അല്ലെങ്കിൽ എത്രയായിട്ട് കുറഞ്ഞു എന്നുള്ളതാണ് നമ്മൾ എവിടെ കാണിക്കുന്നത്? SOPL, നമ്മുടെ P&L അക്കൗണ്ടിൽ കാണിക്കുന്നത്. ഇനി SOFPയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ വർഷത്തെ ആക്ച്വലി ഈ വർഷം നമുക്കുണ്ടായ അലവൻസ് എത്രയാണോ ഈ വർഷത്തെ അലവൻസ് അത് നമ്മൾ റിസീവബിൾസിൽ നിന്ന് കുറച്ചിട്ട് നെറ്റ് റിസീവബിൾസ് SOFP നമ്മുടെ ബാലൻസ് ഷീറ്റിൽ കാണിക്കും. സോ നമ്മൾ അലവൻസ് ഫോർ റിസീവബിൾസിനെ പറ്റിയിട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്തിരുന്നത്. അല്ലെങ്കിൽ നമ്മളിതിനെ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് എന്ന് വിളിക്കും. നമ്മളിതിൻ്റെ ജേർണൽ എൻട്രി അതുപോലെ തന്നെ
ഇതിൻ്റെ 2 കേസസ് നോക്കി. നമ്മുടെ അലവൻസ് കൂടുന്നതും കുറയുന്നതുമായിട്ടുള്ള 2 കേസ് നോക്കി. ഇതൊക്കെ എങ്ങനെയാണ് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളും ഡിസ്കസ് ചെയ്തു. സോ ഇത്രയേ ഉള്ളൂ അലവൻസ് ഫോർ റിസീവബിൾസിനെ കുറിച്ചിട്ട്. അലവൻസ് ഫോർ റിസീവബിൾസ് എന്ന് പറയുന്നത് മനസ്സിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. ആൻഡ് ഓൾസോ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സോ സജഷൻസോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കോമെൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഓൾസോ കോമെൻറ്റ് ചെയ്യുക. റിപ്ലൈ തരുന്നതായിരിക്കും. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.